തിരുവനന്തപുരത്തേക്കൊന്ന് പോയാൽ പ്രജിത്തുണ്ട്. പ്രജിത്ത, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ അത് പലപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലുകളാണോ എന്ന ചോദ്യത്തിന് പലപ്പോഴും CPM നേതാക്കന്മാർ കൃത്യമായ മറുപടി പറയാറില്ല. ചിലയിടങ്ങളിൽ അത് സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്നൊക്കെ പറയുമ്പോൾ ചിലയിടങ്ങളിൽ അത് അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു. ഒരു ഭയം ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട്. അത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉയർന്നു വന്ന വഖഫ് കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സർക്കാരിനെതിരെ ഉയർന്ന മറ്റ് ആരോപണങ്ങൾ, ഇതൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആകുമോ? ആകെ പ്രതീക്ഷയുള്ളത് ചേലക്കര മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് LDF ക്യാമ്പിന്. അവർ പോലും അവകാശപ്പെടുന്നത് മാത്രമാണ്. അവിടെ പോലും ഒരു തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ LDF ക്യാമ്പിന് കഴിയുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ തിരിച്ചടി ആകുമോ എന്ന ചോദ്യത്തിൽ, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് CPM എത്തിയിരിക്കുന്നത്? ഉപേക്ഷ, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ രണ്ട് രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളാണ് മുന്നിൽ വയ്ക്കുന്നത്. ഒന്ന്, BJPയുടെ ഒരു വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ 2026 എത്തുമ്പോഴത്തേക്കും 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP വരുത്തിയ വലിയ മുന്നേറ്റമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഒരു വൺ ടൈം വണ്ടർ അല്ല എന്നുള്ളതൊരു ആധികാരികമായ തെളിവ് കൂടിയായി പാലക്കാട് മാറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അതിന്റെ ചുവട് പിടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാവുന്ന ആത്മവിശ്വാസത്തിൽ BJP ഉണ്ട്. അതിന് ഒരു സാധൂകരിക്കാവുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 മുതൽ കേരള നിയമസഭ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM-നെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത്തവണ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ, അദ്ദേഹത്തിന്റെ മകൾക്കെതിരായ ആരോപണങ്ങൾ, പിന്നീട് വന്ന PR വിവാദമടക്കം മലപ്പുറം പരാമർശം തുടങ്ങി ഒട്ടനവധി വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഈ വിവാദങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് PV അൻവറുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളൊക്കെ നമുക്കറിയാം. ഒടുവിൽ ഇപ്പോൾ പാലക്കാടുമൊക്കെ ഉയർന്നിട്ടുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ വന്ന EP ജയരാജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥാ ബോംബ്, അങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും മുഖ്യമന്ത്രി ഏറ്റവും അധികം ശ്രദ്ധ നൽകിയത് ചേലക്കര മണ്ഡലത്തിലാണ്. കാരണം മറ്റ് മണ്ഡലങ്ങളിൽ നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധയും സമയവും മുഖ്യമന്ത്രി ചേലക്കരയിൽ നൽകിയിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ LDF പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റ് നിലവിൽ ചേലക്കര മാത്രമാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ BJP ചേലക്കര മണ്ഡലത്തിലുണ്ടാക്കിയ വലിയ മുന്നേറ്റം പാർട്ടി കാണുന്നുണ്ട്. ആദ്യഘട്ടത്തെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ അങ്ങനെ ഒരു അപകടം മണത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് ചേലക്കരയിലേക്ക് ഇറങ്ങുന്നത്. മുഖ്യമന്ത്രിക്ക് 2026 ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കണമെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് അത്തരം ഒരു അനുകൂല നിലപാടുണ്ടാകണമെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM-ൽ ഉണ്ടാകുന്ന ആഭ്യന്തര കലഹവും പ്രശ്നങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ 2026 തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് പിണറായി വിജയൻ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം ഏറ്റവും അല്ലെങ്കിൽ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വർഷങ്ങളായി CPM രാഷ്ട്രീയം ഒക്കെ നിരീക്ഷിക്കുന്നവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണുന്ന പിണറായി വിജയൻ ആയിരിക്കില്ല ഈ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുന്നതോടെ ഉണ്ടാകുക എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് കാരണം മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശൈലികളാണെന്നുള്ള വിമർശനം പാർട്ടി ഘടകങ്ങളിൽ നിന്ന് വരെ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രി വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടായി. സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റത്തിന്, സർക്കാരിൻ്റെ ശൈലി മാറ്റത്തിന് ഭരണത്തിൽ CPM പാർട്ടി കൂടുതൽ ഇടപെടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ ഇതൊന്നും നടപ്പിലായില്ല എന്നുള്ള ബോധ്യം CPM ഘടകങ്ങൾക്കുണ്ട്. CPM പ്രത്യേകിച്ച് ഈ സമ്മേളന കാലയളവിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇതിന് മുൻപ് നടന്ന വിമർശനങ്ങളുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഒരു വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ചേലക്കര കേന്ദ്രീകരിച്ച് അദ്ദേഹം ഇത്ര വലിയ സജീവമായിട്ടുള്ള പ്രചരണം നടത്തുന്നത്. പക്ഷേ അവിടെ മുഖ്യമന്ത്രിക്ക് തിരിച്ചടി സൃഷ്ടിക്കുക, BJP പിടിക്കുന്ന ഓരോ വോട്ടുകളായിരിക്കും. ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPM ക്യാമ്പുകളിലും LDF ക്യാമ്പുകളിലും ഒരു ആശങ്ക പടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് UDF-ഉം LDF-ഉം ഒരേപോലെ പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യം ചേലക്കരയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രാദേശിക തലത്തിൽ നിന്ന് ലഭിക്കുന്ന വികാരം. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിസന്ധിയിലാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.